പ്രണാമം. ഇതാരാ വന്നിരിക്കുന്നേ? ബ്രാഹ്മണ ശ്രേഷ്ഠനോ? ആദരണീയനെ സുഹൃത്തെ, അങ്ങ് എന്റെ കയ്യിൽ നിന്നും വെറ്റിലയും പാക്കും വാങ്ങിപ്പോയതിനു ശേഷം തിരികെ വന്ന് എന്നെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കണ്ടില്ലല്ലോ, എന്തു പറ്റി? ഞാൻ തന്നയിച്ച വെറ്റിലയും പാക്കും അങ്ങ് ഗംഗാനദിയിൽ നീട്ടി കാണിച്ചോ? ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ട് ഈയുള്ളവന്റെ ദക്ഷിണ സ്വീകരിച്ചോ? അങ്ങ് എന്തിനാണ് ഈ മൗനം പാലിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത്? അറിവാള, മാന്യനായ സുഹൃത്തെ, നിങ്ങൾ നമ്മോട് ക്ഷമിക്കണം. നമുക്ക് മാപ്പ് തരണം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കോ? അടുത്ത് ബ്രാഹ്മണ ശ്രേഷ്ഠ, അവിവേകം കാട്ടരുത്. ആട്യ ബ്രാഹ്മണനും പണ്ഡിതനുമാണ് അങ്ങ്. ഞാനോ അറിവില്ലാത്തവനും നികൃഷ്ടമായ പാദരക്ഷ തുന്നൽ ചെയ്യുന്നവനും. അങ്ങ് എന്നോട് മാപ്പ് പറയുകയോ എന്റെ കാല് പിടിക്കുകയോ അരുത്. എനിക്ക് ബ്രാഹ്മണ ശാപ കേൾക്കുന്ന ഒരു പ്രവൃത്തിയും അങ്ങ് ചെയ്യരുത്. നിങ്ങൾ ജന്മം കൊണ്ട് ബ്രാഹ്മണനല്ലെങ്കിലും കർമ്മം കൊണ്ട് ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനാണ്. നിങ്ങൾ തന്നയച്ച വെറ്റിലയും പാക്കും സാക്ഷാൽ ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ട് സ്വീകരിച്ചപ്പോൾ നാം തിരിച്ചറിയണമായിരുന്നു നിങ്ങളുടെ ശ്രേഷ്ഠതയുടെയും മഹത്വത്തിന്റെയും ആഴം. അപ്പോ നമുക്ക് വകതിരിവും ഉണ്ടായില്ല. നിങ്ങളോടും ഗംഗാദേവിയോടും വിശ്വാസവഞ്ചന കാട്ടിയ കൊടും പാപിയാണ് ഞാൻ. അങ്ങിപ്പോഴും അങ്ങയുടെ ദുഃഖ കാരണം പറഞ്ഞില്ല. വളരെ മൂല്യവത്തും ചേതോഹരവുമായ വള. ഇങ്ങനെ ഒരു വള ദേവി തനിക്ക് ഉപഹാരമായി നൽകിയെന്ന് അറിവാളൻ അറിഞ്ഞിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇത് അറിവാളന് കൊടുക്കേണ്ടതുണ്ടോ? നമുക്ക് സ്വന്തമാക്കാൻ പാടില്ലേ? ഭാഗ്യം കൈവരാനുള്ള വഴിയാണ് ഈ വള. എനിക്കണിയാനുള്ളതല്ല. അങ്ങ് ഈ വള കൊട്ടാരത്തിൽ കൊണ്ടുപോയി മഹാരാജന് സമർപ്പിക്കണം. ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ട് അങ്ങേക്ക് തന്ന വളയാണെന്ന് പ്രത്യേകം മഹാരാജനെ ധരിപ്പിക്കണം. ഇതേ മാതൃകയിലും തൂക്കത്തിലുള്ള മറ്റൊരു വള കൂടി നമുക്ക് വേണം. നിങ്ങൾക്ക് നൽകാൻ ദേവി സമ്മാനിച്ച വജ്രവള നിങ്ങൾക്ക് നൽകാതെ നാം ഇല്ലത്തേക്ക് കൊണ്ടുപോയി. അത് രാജാവിന് സമർപ്പിച്ചാൽ കൂടുതൽ ദ്രവ്യം കിട്ടുമെന്നുള്ള വേളിയുടെ ഉപദേശം കേട്ട് നാം അത് കൊട്ടാരത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. വള റാണിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അത് റാണി കൈവശം വയ്ക്കുകയും ചെയ്തു. പക്ഷേ അതേ ആകൃതിയിലും തൂക്കത്തിലുമുള്ള ഒരു മറുവള കൂടി സമർപ്പിക്കാൻ കൽപ്പിച്ചുത്തരവായിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, നമ്മെ കൈവിടിയരുത്. അതേ ആകൃതിയിലും തൂക്കത്തിലുമുള്ള മറ്റൊരു വള കൂടി നൽകാൻ ഇനി നിങ്ങൾ മനസ്സ് വച്ചാൽ മാത്രമേ സാധ്യമാകൂ. നമ്മുടെ അഭിമാനത്തിന്റെയും അതിലുപരി ആയുസ്സിന്റെയും പ്രശ്നമാണിത്. കൈ ഒഴിയരുത് സുഹൃത്തെ. ബ്രാഹ്മണ ശ്രേഷ്ഠ, ആ വജ്രവള എനിക്ക് കിട്ടാത്തതിൽ അശേഷം ദുഃഖമോ നഷ്ടബോധമോ തോന്നുന്നില്ല. അങ്ങയോട് ഒരു അനിഷ്ടവും തോന്നുന്നില്ല. പക്ഷേ ദേവി സമ്മാനിച്ച വള പോലൊരു മറുവള സമ്മാനിക്കാൻ ദേവിക്ക് മാത്രമേ കഴിയൂ. അങ്ങ് വിഷമിക്കാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് അനുഗ്രഹദായിനിയായ ഗംഗാദേവിയെ പ്രാർത്ഥിക്കാം. അങ്ങ് വരൂ. അങ്ങിരുന്നാലും ഇനി ഞാൻ ചൊല്ലുന്ന മന്ത്രം അങ്ങ് ഏറ്റു ചൊല്ലണം. ഓം ഗംഗാദേവിയേ നമഃ. ഓം ഗംഗാദേവിയേ നമഃ. ഓം പർവതീപതയേ
പർവ്വതനന്ദിനി നമ. ഓം പർവ്വതനന്ദിനി നമഃ. ഓം പരമേശ്വരപ്രിയേ നമ. ഓം പരമേശ്വരപ്രിയേ നമഃ. ഓം സർവപാപഹരേ ദേവി നമ. ഓം സർവപാപഹരേ ദേവി നമഃ. അങ്ങുന്നേ ദേ. ദാ, കൊണ്ടുപോയി രാജസമക്ഷം സമർപ്പിച്ച് അങ്ങ് സ്വസ്ഥനായാലും. ബഹുമാന്യ സുഹൃത്തെ, ആഢ്യനല്ലാത്ത ആഢ്യനിൽ ആഢ്യനായ സുഹൃത്തെ, നന്ദി പറയാൻ അടിയന് വാക്കുകൾ കിട്ടുന്നില്ല. നാം പഠിച്ച വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുമുള്ള നന്ദി വാക്കുകളൊന്നും ആനന്ദാതി വേഗത്താൽ നമുക്ക് ഓർമ്മ വരുന്നുമില്ല. നമ്മൾ തമ്മിലുള്ള ഉച്ചനീചത്വങ്ങളില്ലാത്ത ആയുഷ്കാല സൗഹൃദത്തിന് ഇവിടെ നന്ദി കുറിച്ചു കൊള്ളട്ടെ. ആയിക്കോട്ടെ, അങ്ങ് വേഗം ചെല്ലു. പ്രമാണേ, ആദ്യം സമർപ്പിച്ച വളയുടെ അതേ മാതൃക, അതേ തൂക്കം, അതേ ആകർഷണ ഭംഗി റാണി പരിശോധിച്ചു നോക്കൂ. രണ്ടു വളയും രണ്ട് കൈയിലായി ധരിച്ചാൽ അതേറെ ആകർഷണീയമായിരിക്കും. നമുക്ക് വളരെ സംതൃപ്തി തോന്നുന്നു ബ്രാഹ്മണശ്രേഷ്ഠ. ആട്ടെ, ഈ വളയും അങ്ങ് ഗംഗാദേവിയെ സ്തുതിച്ചപ്പോ ദേവി പ്രത്യക്ഷപ്പെട്ട് സമ്മാനിച്ചതാണോ? അതേ മഹാരാജൻ. നന്നായി. ഗംഗാദേവി സമ്മാനിച്ച ഈ വളകൾ റാണി ധരിക്കുന്നതോടെ ഗംഗാദേവി സാന്നിധ്യത്താൽ ഈ കൊട്ടാരവും പവിത്രീകൃതമാകും. ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങയോട് നാമും ഈ കൊട്ടാരവും വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്? താങ്ങാനാവാത്ത കുറ്റബോധം കൊണ്ടാണ് മഹാറാണി. ഇനിയും സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അടിയൻ തകർന്നു പോകും. അപ്പോൾ താങ്കൾ ഇതുവരെ ബോധിപ്പിച്ചതൊക്കെയും വ്യാജമായിരുന്നോ? പറയൂ, എന്താണ് താങ്കൾക്ക് ബോധിപ്പിക്കാനുള്ള സത്യം? അറിവാളൻ നൽകാൻ വേണ്ടി ഗംഗാദേവി നൽകിയ വജ്രവള അടിയൻ അയാൾക്ക് കൊടുത്തില്ല പ്രഭു. നേരെ അടിയൻ ഇല്ലത്തിലേക്ക് പോയി വള അടിയന്റെ വേളിയെ കാണിച്ചു. വള ഇവിടത്തെ സമക്ഷം സമർപ്പിച്ചത് അടിയന്റെ വേളിയുടെ ഉപദേശപ്രകാരമായിരുന്നു. അപ്പോൾ രണ്ടാമത് കൊണ്ടുവന്ന വള എവിടുന്നാണ് ലഭിച്ചത്?
പ്രിയ സുഹൃത്തെ, നമ്മെ കൈവെടിയരുത്. അതേ ആകൃതിയിലും തൂക്കത്തിലുമുള്ള മറ്റൊരു വള കൂടി നൽകാൻ ഇനി നിങ്ങൾ മനസ്സ് വച്ചാൽ മാത്രമേ സാധ്യമാകൂ. അങ്ങ് വിഷമിക്കാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് അനുഗ്രഹദായിനിയായ ഗംഗാദേവിയെ പ്രാർത്ഥിക്കാം. ഇത്രയേറെ ഗംഗാദേവി ഭക്തിയുള്ള ഒരു പാദരക്ഷ തുന്നൽക്കാരൻ ഈ രാജ്യത്തുണ്ടെന്നോ? ഈ അറിവാളൻ ഇപ്പൊ എവിടെ ഉണ്ടാവും? ഗംഗാതീരത്ത് പാദരക്ഷകൾ തുന്നിക്കൊണ്ടിരിക്കുകയാണ് മഹാറാണി. മഹാരാജൻ, നമുക്ക് ഈ അറിവാളനെ ഒന്ന് നേരിൽ കാണണം. നമുക്കും. ആരവിടെ? അടിയൻ. ഗംഗാതീരത്ത് പാദരക്ഷ തുന്നിക്കൊണ്ടിരിക്കുന്ന അറിവാളൻ എന്ന വ്യക്തിയെ ക്ഷണത്തിൽ സമക്ഷത്തിലെത്തിക്കുക. കൽപ്പന പോലെ. അതെ, അറിവാളനല്ലേ? അതെ. നിങ്ങളുടനെ കൊട്ടാരത്തിലെത്തി രാജാവിനെ മുഖം കാണിക്കണമെന്ന് കൽപ്പനയുണ്ട്. എന്താണാവോ കാര്യം? കാര്യം അറിയില്ല. ഉടനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ കൽപ്പിച്ചു. രാജകൽപ്പന അനുസരിക്കണമല്ലോ. പാദരക്ഷകൾ ഞാൻ തുന്നി വച്ചേക്കാം. നിങ്ങൾ പിന്നീട് വന്ന് വാങ്ങിക്കോളൂ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഞാനിപ്പോ വരാം. പ്രണാമം മഹാരാജൻ. പ്രണാമം മഹാറാണി. പ്രണാമം. അടിയൻ പാദരക്ഷ തുന്നൽക്കാരൻ അറിവാളൻ. പാദം തൊട്ട് വന്ദിക്കാൻ യോഗ്യനായ പാദരക്ഷ തുന്നൽക്കാരൻ. ഗംഗാദേവിയാൽ സംപ്രീതനായ താങ്കളെ നാം മനസ്സാ നമിച്ചുകൊള്ളുന്നു. ഗംഗാദേവിയാൽ അനുഗ്രഹീതനായ നിങ്ങൾക്ക് മുന്നിൽ നമ്മുടെയും പ്രണാമം. അടിയൻ സാധുവായ ഒരു പാദരക്ഷ തുന്നൽക്കാരൻ മാത്രം. മഹാരാജനും റാണി തിരുമനസും പ്രണാമം അർപ്പിക്കാനുള്ള ശ്രേഷ്ഠതയൊന്നും അടിയനില്ല. ഉണ്ടല്ലോ. ഭക്തി കൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടും നിങ്ങൾ അതിശ്രേഷ്ഠനാണ്. നിങ്ങളെ ഏൽപ്പിക്കാനായി ദേവി നൽകിയ വള ബ്രാഹ്മണൻ നിങ്ങൾക്ക് നൽകിയില്ല. എന്നിട്ടും രണ്ടാമതൊരു വളയ്ക്കുകൂടി വന്നപ്പോ നിങ്ങൾ പരിഭവമൊന്നും കാട്ടിയുമില്ല. ദേവിയെ ധ്യാനിച്ച് ഒരു വള കൂടി നൽകുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ്? മഹാരാജൻ, അടിയന്റെ ഉറ്റ തോഴനാണ് ബ്രാഹ്മണ ശ്രേഷ്ഠൻ. അദ്ദേഹത്തിന്റെ നന്മയും ധനസമൃദ്ധിയുമാണ് അടിയൻ ആഗ്രഹിക്കുന്നത്. രണ്ട് വളകളും മഹാരാജാവിന് നൽകുമ്പോൾ മഹാരാജാവ് നൽകുന്ന വിലപ്പെട്ട സമ്മാനങ്ങൾ കൊണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠൻ സുഭിക്ഷമായി ജീവിക്കട്ടെ എന്നാണ് അടിയൻ ആഗ്രഹിച്ചത്. എന്നാലും ദേവിയുടെ വാക്ക് പാലിക്കാത്ത ഉറ്റ സുഹൃത്തിനോട് വിശ്വാസവഞ്ചന കാട്ടിയ ബ്രാഹ്മണൻ ശിക്ഷാർഹനാണ്. ബ്രാഹ്മണന് അർഹിക്കുന്ന ശിക്ഷ തന്നെ വിധിക്കണം മഹാരാജൻ. ആട്ടെ, അറിവാളന്റെ അഭിപ്രായം എന്താണ്? ബ്രാഹ്മണ ശ്രേഷ്ഠൻ പരമസാധുവാണ്. മഹാഭക്തനും നേർബുദ്ധിക്കാരനുമാണ്. ഇല്ലത്തെ ഇല്ലായ്മ കൊണ്ടാവും ദുർബുദ്ധി തോന്നിയത്. വീണ്ടും
അടിയനെ സമീപിക്കാനും സത്യം തുറന്നു പറയാനും അദ്ദേഹത്തിന് മനസ്സനുവദിച്ചല്ലോ. അദ്ദേഹത്തിനെ ശിക്ഷിക്കരുത്, മാപ്പ് നൽകണം പ്രഭു. അവിടുത്തെ ഹിതം പോലെ ആകട്ടെ. മഹാഭക്തനായ നിങ്ങളുടെ വാക്കിനെ മാനിച്ച് ഈ ബ്രാഹ്മണന് നാം ശിക്ഷ വിധിക്കുന്നില്ല. ബ്രാഹ്മണനെ നിരുപാധികം മോചിപ്പിച്ചു കൊള്ളുന്നു. പ്രമാണി, അടിയൻ അറിവാളന് 101 പൊൻപണം ഉപകാരമായി നൽകുക. കൽപ്പന പോലെ. പ്രിയ സുഹൃത്തെ, മഹാനുഭാവ, പാദരക്ഷ തുന്നുന്ന മ്ലേച്ഛനെന്ന് നാം തെറ്റിദ്ധരിച്ചു പോയ അങ്ങയുടെ ദേഹസ്പർശം പോലും ഗംഗാസ്നാന തുല്യമാണ്. നാം ഒന്ന് ആലിംഗനം ചെയ്തോട്ടെ. നല്ലൊരു അവസരമാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. മീനാക്ഷിക്കും പൂങ്കൊടിക്കും ഒന്നും യാതൊരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തു കൂടിയാ അവർ ശിവാലയ യാത്രയ്ക്ക് പോയത്. അവിടെയും അവരെ കൊല്ലാൻ ശ്രമിച്ചപ്പോ രക്ഷപ്പെടുത്താൻ ആളുകളുണ്ടായി. യാതൊരു ആപത്തും കൂടാതെ അവർ തിരിച്ചെത്തി ക്ഷേത്രത്തിൽ സഹവാസം തുടങ്ങിയിരിക്കുന്നു. ഇനി അധിക കാലം മീനാക്ഷിയും സംഘവും ക്ഷേത്രത്തിൽ സഹവസിക്കാൻ പാടില്ല. ശിവാലയ ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവർ അപൂർവ പുണ്യം ചെയ്തവരെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത്. ആ സ്ഥിതിക്ക് ഭക്തജനപ്രീതി വർദ്ധിക്കും മുമ്പേ അവളെയും സംഘത്തെയും ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കണം. ചേച്ചിയുടെ അമ്മാവനായ മേലധികാരിക്ക് അതിന് കഴിയൂ. അതിന് ഭൈരവി ചേച്ചി മുൻകൈ എടുക്കണം. ഒന്നുകിൽ കനിമൊഴി, അല്ലെങ്കിൽ അവളുടെ മുത്തശ്ശി തള്ള. രണ്ടിലൊരാളെ എനിക്ക് നിർബന്ധമായും കിട്ടിയിരിക്കണം. അതിന് മീനാക്ഷി എന്ന മൂദേവിയെ അവരിൽ നിന്ന് അകറ്റുകയോ വേർപിരിക്കുകയോ വേണം. അതിനായി എന്ത് ഹീനപ്രവൃത്തി ചെയ്യാനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. മതി, ഭൈരവി ചേച്ചിയുടെ ഉറപ്പ് മാത്രം മതി എനിക്ക്. തീർച്ചയായും. എന്നാ ഞാൻ വരട്ടെ. ഓരോ പദ്ധതികൾ നാം ആസൂത്രണം ചെയ്യുന്നു. അവയെല്ലാം മീനാക്ഷിക്കും സംഘത്തിനും അനുകൂലമായി ഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉപയോഗശൂന്യമായ ഒരു ജീവിതം നമ്മൾ എത്ര കാലം നീട്ടിക്കൊണ്ടു പോവും ശിവകാമേ? നിരാശപ്പെടാതെ ചേച്ചി. മേലധികാരി കരികാലന്റെയും ഭൈരവിയുടെയും പ്രവർത്തനങ്ങൾ നമുക്ക് ഗുണം ചെയ്യും. എല്ലാവരുടെയും കണ്ണിൽ മീനാക്ഷി അഭിഷക്തയാകുന്ന ഒരു സാഹചര്യം തന്നെ അവർ സൃഷ്ടിച്ചിരിക്കും. എന്താ നാത്തൂനും തമ്മിലൊരു ഗൂഢാലോചന? മീനാക്ഷി അപായപ്പെടുത്താനുള്ള ഒരു തന്ത്രവും വിജയിക്കാൻ പോകുന്നില്ല. മീനാക്ഷിയോട് സഹകരിക്കുന്നിടത്തോളം കാലം വള്ളിയമ്മയും കനിമൊഴിയും പൂങ്കൊടിയും എന്നും സുരക്ഷിതരായിരിക്കും. അനുഭവങ്ങൾ അങ്ങനെയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തു വേണോന്നാ നീ പറയുന്നത്? മീനാക്ഷിയെ അവളുടെ വഴിക്ക് സ്വതന്ത്രമായിട്ട് വിടണം. നിർത്ത്. കാര്യമായിട്ട് എന്തോ കൈവിഷം ആ മീനാക്ഷി ജ്യേഷ്ഠന് തന്നിട്ടുണ്ട്. എന്നെ വിവാഹം കഴിക്കാനുള്ള അവസരം പാർത്ത് കഴിയുന്ന വ്യക്തിയോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ. മീനാക്ഷിയോട് കൂറ് പുലർത്താനാണ് ഭാവമെങ്കിൽ നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്നെന്ന് വരില്ല. വേണ്ട, നമുക്ക് മൂവർക്കും അവിവാഹിതരായി കഴിയാനാണല്ലോ വിധി. നിങ്ങളുടെ ഗൂഢാലോചനകളും പ്രവൃത്തികളും ആ വിധിക്ക് ആക്കം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. മീനാക്ഷിയോട് നിങ്ങൾ എന്ന് അലിവ് കാട്ടുന്നുവോ അന്ന് മുതൽ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരമാവും. അല്ലാതെ നമ്മൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. മോശിച്ചവൻ. പച്ചയമാലിനെ മറന്നിട്ട് ഞാൻ മറ്റൊരു വിവാഹബന്ധത്തിന് തയ്യാറെടുക്കണമെന്ന് അവൻ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുവോ?
ശിവകാമി, ഒരിക്കലും ഞാൻ അറിയാതെ നിങ്ങൾ തമ്മിൽ ഒരു ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹം നടക്കാൻ പാടില്ല. അങ്ങനെ ചേച്ചി ഒറ്റപ്പെടുത്താനുള്ള ഒരു മനസ്സ് ശിവകാമിക്ക് ജന്മം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ആ ഒരു ബലമേ എനിക്കുള്ളൂ. ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. മേലധികാരിയെയും ഭൈരവിയെയും മുറുകെ പിടിച്ചാ നമ്മുടെ ലക്ഷ്യം സാധിച്ചിരിക്കും.